ശരി 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 ശ്രീത് പണിക്കർ ഇവിടെ നമുക്കറിയാം ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ ആര് അധികാരത്തിൽ വരില്ല എന്നൊക്കെ ഇപ്പോഴേ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ആ സമയത്ത് അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അപ്പോഴും നേരത്തെ ഷിറാസ് ഖാൻ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ പലപ്പോഴും അതിന് മുൻപിരുന്ന LDF സർക്കാർ വല്ലാതെ ഭരിച്ചു മുടിച്ച് ജനങ്ങൾക്കിടയിൽ വലിയ തരത്തിലുള്ള അവമതിപ്പുണ്ടാക്കി, ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ജനത്തിന് തങ്ങളുടെ എതിരാക്കി, ഭരണവിരുദ്ധ വികാരമൊക്കെ വല്ലാതെ വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ വലിയ നേട്ടം UDF-നും കോൺഗ്രസിനും ഒക്കെ ഉണ്ടാകാറുണ്ട്. നമുക്കറിയാം ഇത്തവണത്തെ സാഹചര്യം വ്യത്യാസമാണ്. ഗ്രൂപ്പില്ല എന്ന് പറയുന്നു കോൺഗ്രസ് പാർട്ടിയിൽ. സതീശനും ഇപ്പോഴുള്ള പുതിയ KPC അധ്യക്ഷനുമൊക്കെ ഒരേ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. തുടർച്ചയായി ഉപതെരഞ്ഞെടുപ്പുകൾ വിജയിക്കുന്നു. ജനങ്ങൾക്കിടയിൽ പാർട്ടിക്കൊരു പുതിയ മുഖമെന്ന ഫീലെങ്കിലും വന്നൊരു പശ്ചാത്തലമുണ്ട്, പ്രവർത്തകർക്കിടയിലും മറ്റും. അത് ആ തരത്തിലല്ല ഉൾക്കളികൾ അല്ലെങ്കിൽ നേതാക്കളുടെ മനസ്സിലിരിപ്പ് എന്നതുകൂടി വ്യക്തമാക്കുന്നതാണോ ഈ ഫോൺ സംഭാഷണവുമൊക്കെ? ഞാനതിന് മറുപടി പറയാം. അതിനു മുമ്പ് ഇവിടെ ശ്രീ നസീർ ഞാൻ പറഞ്ഞിരുന്നത് ശ്രദ്ധയോടെ കേട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം ആദ്യ ഭാഗത്ത് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞത് ശ്രീകുമാറേട്ടനും ഞാനും പാലോട് രവി പറഞ്ഞിരിക്കുന്നതിനെ തമാശയാക്കി മാത്രം പറഞ്ഞു എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഞാനിവിടെ പറഞ്ഞത് ശ്രീ പാലോട് രവിയോടുള്ള കടുത്ത വിമർശനമാണ്. അദ്ദേഹം പറഞ്ഞിരുന്നത് തമാശയാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതൊരു വാണിങ്ങോ സന്ദേശമോ ജാഗ്രതാ നിർദ്ദേശമോ ഒന്നുമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ പ്രവചനമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു നേതാവ് പ്രവർത്തകനോട് ഇങ്ങനെ പറയേണ്ട വാക്കുകളല്ല അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് കേട്ടതിന് ശേഷം വിമർശിക്കുന്നതാവും നല്ലത്. പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, പ്രായം നോക്കുക. എല്ലാ പാർട്ടിയിലും ഇതൊക്കെ തന്നെ കണക്കാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിക്ക് അങ്ങനെ ഒരു ആനുകൂല്യം ഒന്നുമില്ല. ഒരു വ്യക്തിക്ക് ആനുകൂല്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ല സാർ, LDF-ല് CPM-ൽ ഇത്ര പ്രായം കഴിഞ്ഞാൽ അവർക്കത് ലീവ് കൊടുക്കുന്നുണ്ട് സാർ, അതറിയാം. പിന്നെ ഇത് സാർ അവതാരം നേരെ പറഞ്ഞ ഒന്ന് നേതാവ് മുഖ്യമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹം കേരള അധ്യക്ഷ നേതാവ് ഇതുകൊണ്ട് ഇളവുണ്ട്. CPM-ൽ പുതിയ ആൾക്കാർക്കുള്ള ഒരു അവസരം കൊടുക്കുന്നുണ്ട്. BJP-യിലും കോൺഗ്രസിലും അതില്ല സാർ. CPM-ൽ മാത്രമേ ഉള്ളൂ യുവജനങ്ങൾക്ക് അവസരം കൊടുക്കുന്നത്. ശരി മുഖ്യമന്ത്രിക്ക് ഇളവ് കൊടുക്കുന്നത് മനസ്സിലാക്കാം. താങ്കളോട് തർക്കത്തിനല്ല, പക്ഷെ ഒരു കാര്യം പറയൂ. ഭരണപരിഷ്കാര കമ്മീഷന്റെ മേധാവിയായിട്ട് VS അച്യുതാനന്ദൻ ഇറങ്ങിപ്പോകുമ്പോൾ പ്രായം 98 ആ പദവിയിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രായം 93. അതിനേക്കാൾ കൂടിയ പ്രായത്തിൽ ഇന്ത്യയിൽ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഈ രീതിയിലത്തേക്കുള്ള ഒരു പദവി കൊടുത്തിട്ടുണ്ട് എന്ന് എന്റെ നോളജിലില്ല. വേണമെങ്കിൽ VS-നും എക്സംഷൻ കൊടുത്തു എന്ന് താങ്കൾക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതുവരെയുള്ള താങ്കളുടെ വാദം എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അല്ലല്ലോ വിഷയം. ഇറങ്ങി പോകുന്ന സമയത്ത് 98 വയസ്സാണെന്ന് പാലോട് രവിക്കും അത്ര കുറഞ്ഞ രാഷ്ട്രീയ പശ്ചാത്തലമൊന്നും ഉള്ള ആളല്ല. പറഞ്ഞോളൂ ശ്രീത്. അപ്പൊ പിന്നെ അതൊക്കെ ഓരോ പാർട്ടിയുടെ തീരുമാനമാണ്. അതല്ലാതെ ഞങ്ങളുടെ പാർട്ടി അങ്ങനെയൊന്നും അല്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഈ 98 വയസ്സ് വരെ ഈ രീതിയിലത്തേക്ക് ഇരുന്നിരുന്ന ഒരാളും ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് അത് ന്യായം പറയണ്ട. തിരുവനന്തപുരം DCCക്ക് പാലോട് രവി അനിഷേധ്യ നേതാവാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലാതെ കോൺഗ്രസിന്റെ കാര്യമല്ലേ, അത് അവരല്ലേ തീരുമാനിക്കേണ്ടത്. അതാണ് നല്ലത്. അപ്പൊ ഞാൻ പറയുന്നത് നോക്കൂ, ഇതില് രഞ്ജിത്ത് ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ നോക്കൂ, ശരിയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അക്കാര്യത്തിൽ തന്നെ ഉണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം, കോൺഗ്രസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആത്മാർത്ഥതയില്ലായ്മ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ കാലവും കോൺഗ്രസിനോടുള്ള ഒരു വിമർശനം അത് തന്നെയാണ്. 2, കോൺഗ്രസിൽ കാലുവാരലുണ്ട്. ശരിയാണ്, അതും ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള വിമർശനമാണ്. അതും അങ്ങനെ ഉണ്ട് എന്ന് നമുക്കറിയാം. ഈ 2 കാര്യങ്ങളുടെ ഏറ്റവും പുതിയ ഉദാഹരണം എന്ന് പറയുന്നത് ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നതാണ്. ശബ്ദ സന്ദേശം പുറത്തു വരുന്നതിന് അത് പാലോട് രവി അല്ല ലീക്ക് ചെയ്തിരിക്കുന്നത് എന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും അത് മറ്റേ ആളിന്റെ ഭാഗത്ത് നിന്ന് ഇത് വരാൻ സാധ്യതയുള്ളൂ. അപ്പൊ അത് കാണിക്കുന്നത് ആത്മാർത്ഥതയല്ല, അത് കാണിക്കുന്നത് കാലുവാരലാണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം കോൺഗ്രസിന്റെ ഒരു സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്, ഇൻഹറന്റ് ആയിട്ടുള്ള ഒരു ഡിഫക്റ്റ് ആണ്. എല്ലാ കാലവും അതുണ്ട്. അപ്പൊ കോൺഗ്രസ് പലപ്പോഴും പടവരുന്നത് എന്തിനോടാണ്? ഇങ്ങനെയുള്ള ഇന്റേണൽ ആയിട്ടുള്ള കുറെ റിഫ്റ്റുകളോടും ഒപ്പം മറ്റുള്ള സോഷ്യൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള സാഹചര്യങ്ങളോടുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒരു വടംവലി പോലെയാണ്. നമ്മുടെ ശക്തി മാത്രമല്ല, എതിരാളിയുടെ ദൗർബല്യവും നമുക്ക് ഗുണമായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ
ഒരുപക്ഷെ പ്രതീക്ഷയുള്ളത്. നിലവിലുള്ള ഈ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ ജയിച്ചു വരുന്നു. അവരുടേതായിട്ടുള്ള സീറ്റുകൾ കൈമോശം വന്നിട്ടില്ല എന്ന് മാത്രമല്ല, അവസാനം LDFന്റെ കയ്യിൽ നിന്ന് ഒരെണ്ണം കൂടി തിരിച്ചു വാങ്ങുന്നു. പിന്നെ കുറേയധികം ഒരു ആന്റി ഇൻകംബൻസി ഫീൽ ഉണ്ട്, പ്രത്യേകിച്ച് ആശാ വർക്കർമാരോടുള്ള സമീപനവും കാര്യങ്ങളും എല്ലാം കണ്ടുകൊണ്ട് കുറേയധികം ഒരു ആന്റി ഇൻകംബൻസി ഫീൽ ഉണ്ട്. ആ ഫീലിനെ തങ്ങളുടേതാക്കി മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ഒരു പാർട്ടി ഭരിക്കുന്ന സമയത്ത് മറ്റുള്ള പാർട്ടി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവർക്ക് കുറേയധികം ലിമിറ്റേഷൻസ് ഉണ്ട്. അങ്ങനെ ലിമിറ്റേഷൻസ് ഉള്ള ഒരു പാർട്ടി മറ്റുള്ള ആൾക്കാരുടെ അവരുടെ സ്വന്തം മേന്മയും അവരുടെ നേതൃത്വത്തിന്റെ മേന്മയും അതിനോടൊപ്പം തന്നെ ഭരണത്തിലുള്ള പരാജയത്തിനുമാണ് മുതലെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ LDF മോശമാകുന്ന സമയത്ത് ആൾക്കാർക്ക് മറ്റൊരു ഓൾട്ടർനേറ്റീവ് എന്ന രീതിയിലേക്ക് കോൺഗ്രസിനെ വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് തെറ്റായിട്ട് കാണേണ്ടുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് വളരെ ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള രാഷ്ട്രീയത്തിൽ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു രീതി തന്നെയാണ്. അതിനകത്തിൽ പ്രശ്നമില്ല. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പൊതുവെ പല രാഷ്ട്രീയ വിഷയങ്ങളിലും അവർ സ്വീകരിക്കുന്ന നിലപാടുകളിൽ പലപ്പോഴും ഒരു മൃദുത്വമുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊസിഷൻ പലപ്പോഴും ഇപ്പൊ BJP എടുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ CPM തന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് എടുക്കുന്നത് പോലെയോ ആ രീതിയിലേക്ക് എടുക്കാറില്ല. ഇപ്പൊ നമുക്കറിയാം ആശാ വർക്കർമാരുടെ സമരം, ആ സമരം എന്ന് പറയുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തായിരുന്നു ഉണ്ടാകുന്നത് എങ്കിൽ CPM, DYFI, SFI, അവരുടെ മറ്റ് പ്രസ്ഥാനങ്ങൾ ഇവരൊക്കെ ഏത് രീതിയിലായിരിക്കും, CITU ഉൾപ്പെടെ ഏത് രീതിയിലായിരിക്കും ആ സമരത്തിനെ കാണുക, ഏത് രീതിയിലായിരിക്കും ആ സമരത്തിനെ വിജയിപ്പിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് ആലോചിച്ച് നോക്കുക. പക്ഷെ ഇപ്പൊ നടക്കുന്നത് എന്താണ്? ഭരണത്തിലിരിക്കുന്ന സമയത്ത് ഒന്നുകിൽ ഈ യുവജന പ്രസ്ഥാനങ്ങളോ കുട്ടി പ്രസ്ഥാനങ്ങളോ മിണ്ടുന്നില്ല, CITU ഒക്കെ തന്നെ മിണ്ടാതെ ഇരിക്കുന്നു, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ സമരം ചെയ്യുന്നു. ഈ രീതിയുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് മുതലാക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനമോ ആ രീതിയോ ശൈലിയോ കോൺഗ്രസിന് പൊതുവെ വന്നിട്ടില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അത് അവരുടെ ഇൻഹറന്റ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഏതെങ്കിലും ഒരു കാലത്ത് കോൺഗ്രസ് വളരെ വലിയ രീതിയിലേക്കുള്ള ആക്ടിവിസം കാണിച്ചതുകൊണ്ട് അവർ അധികാരം പിടിച്ചെടുക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എല്ലാ കാലവും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതിൽ വരാൻ പോകുന്ന ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇപ്പൊ ഈ 60 സീറ്റ് BJP എന്നൊക്കെ പറയുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത് BJPക്ക് കേരള നിയമസഭയിലേക്ക് ഒരു 5 സീറ്റ് കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനുശേഷം ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പിൽ ആൾക്കാർ കൂടുതലായിട്ട് BJP വിശ്വസിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഈ കോംപ്ലസൻസി ഉണ്ടല്ലോ, അതായത് അവര് മോശമായി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ നമ്മളെ അടുത്ത തവണ തെരഞ്ഞെടുക്കും എന്ന രീതിയിലേക്കുള്ള ഒരു കോംപ്ലസൻസി അതോടുകൂടി നശിക്കും. പിന്നെയും കോംപ്ലസൻസിയോടുകൂടി നിന്നു കഴിഞ്ഞാൽ മറ്റു പല സംസ്ഥാനങ്ങളിലും BJP കളം പിടിച്ചതുപോലെ ഇവർ അത് അടുത്ത് വരുന്ന ഫോളോയിങ് തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ വലിയ സംഖ്യകളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അത് BJP കോൺഗ്രസ് തിരിച്ചറിയുക എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. പക്ഷെ അത് പറയുമ്പോൾ ആ ത്രെട്ടിനെ കുറിച്ച് പറയുക അല്ലാതെ ഇവിടെ ഡീലൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ്, അവര് പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഓരോ മണ്ഡലത്തിലും 50,000 60,000 വോട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രവർത്തകന് അതൊരു വാർണിംഗ് ആയിട്ട് കണ്ടുകൊണ്ട് അയാൾ കൂടുതൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയാണോ വേണ്ടത്? അങ്ങനെയാണോ ചിന്തിക്കുക? അതോ അയ്യോ ദൈവമേ അവന്മാരെല്ലാം ഡീലാക്കി കഴിഞ്ഞെങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന രീതിയിലേക്ക് തളർന്നു പോവുകയാണോ എന്നുള്ളത് നോക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രവർത്തകന്റെ ആശങ്ക നേതാവിനോട് പറയുന്നത് പോലെയല്ല ഒരു നേതാവ് അതേ ആശങ്ക പ്രവർത്തകനോട് പറയുന്നത്. അവിടെ ഇൻസ്പിറേഷൻ കിട്ടുന്നില്ല എന്നല്ല, അവരെ ഡിസ്ഹാർട്ടൻ ചെയ്യുന്ന രീതിയിലേക്കുള്ള നടപടിയാണ്. അതാണ് പാലോട് രവി ചെയ്തിരിക്കുന്ന കോൺഗ്രസിനോട്. നമുക്കറിയാം കോൺഗ്രസിന്റെ പുതിയ നേതൃത്വം തുടർച്ചയായി ഉപതെരഞ്ഞെടുപ്പുകൾ ജയിക്കുന്നു.